ഇലക്ഷൻ കഴിഞ്ഞു. എന്താണ് ലോക്സഭാ മണ്ഡലത്തിലുള്ള ബൂത്ത് വൈസുള്ള കണക്ക് പ്രകാരം ബൂത്ത് വൈസുള്ള കണക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. കാരണം ഇന്നലെ ചില ബൂത്തുകളിൽ ഏതാണ്ട് 20ഓളം ബൂത്തുകളിൽ മിനിമം രാത്രി വരെ പോളിംഗ് നടന്നിട്ടുണ്ട്. കാരണം 6 മണി കഴിഞ്ഞിട്ടും ഒരുപാട് പേര് ക്യൂ ഉണ്ടായിരുന്നു. അതിൽ ചില ബൂത്തുകൾ ഞാൻ ഇന്നലെ സന്ദർശിച്ചിരുന്നു. രാത്രി 8:30 മണി വരെ ഞാൻ പല ബൂത്തുകളും സന്ദർശിച്ചിരുന്നു. അതുകൂടെ പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ കണക്കുകളെടുത്ത് നാളെ വിശദമായിട്ട് ഇലക്ഷൻ കമ്മിറ്റി കൂടാനിരിക്കുക. പക്ഷേ ഇവിടെ കണ്ടൊരു പ്രവണത, കേരളത്തിലെല്ലായിടത്തും വോട്ടിംഗ് വളരെയധികം നീണ്ടുപോയി. ഇതിൽ ഒന്നാം പ്രതി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കാരണം ആ യന്ത്രം ക്രമീകരിച്ച രീതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വോട്ട് രേഖപ്പെടുത്തി VVPAT-ൽ അതിൻ്റെ ചിത്രവും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ക്രമനമ്പറും തെളിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വീപ്പ് സൗണ്ട് കേൾക്കുമ്പോഴാണ് ആ വോട്ട് റെക്കോർഡ് ചെയ്യപ്പെടുക. ഇതിന് തന്നെ ഒരുപാട് സമയമെടുത്തു. സാധാരണ നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന അത്ര സമയം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലും എടുക്കുകയുണ്ടായി. മാത്രമല്ല, പുറത്തൊക്കെ ക്യൂ നിൽക്കുക എന്ന് പറയുമ്പോൾ കടുത്ത ചൂടാണിപ്പോൾ. ഇത്തവണ ഏറ്റവും കടുത്ത ചൂടിലാണ് ഇലക്ഷൻ നടന്നത്. സാധാരണ ഇത്രയും ചുട്ടുപഴുത്ത അന്തരീക്ഷത്തിലും ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും. അതിനുള്ള ഒരു സജ്ജീകരണങ്ങളും പുറത്തൊന്നും ചെയ്തിട്ടില്ല. അത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഭാവിയിൽ. കാരണം അടുത്ത അസംബ്ലി വരുമ്പോഴും ചിലപ്പോൾ ഇതേ അന്തരീക്ഷമാണെങ്കിൽ വോട്ടർമാർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടി ക്യൂ നിൽക്കാൻ കഴിയില്ല. അതിന് ചിലപ്പോൾ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫാനോ കുടിവെള്ളമോ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം. ചിലയിടത്തൊക്കെ പ്രിസൈഡിങ് ഓഫീസർമാർ മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നു. പരമാവധി ബൂത്തിൽ വോട്ട് വഹിക്കാൻ ശ്രമം നടന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മിഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഡിലേ വരുമ്പോൾ ചില ബൂത്തുകളിൽ അത് കാണുന്നില്ല. ചില ബൂത്തുകളിൽ ഇപ്പോൾ ഞാൻ പറയാം, 77-ാം ബൂത്തിൽ നീണ്ട ക്യൂ കണ്ടാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള 78-ാം ബൂത്തിൽ ക്യൂ ഇല്ല. അപ്പോൾ അവിടെയാണ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്യൂവിൽ നിന്ന ചിലരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഒരു പാർട്ടി കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണ്. പോകുന്ന വഴിക്ക് വോട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ പോയിട്ട് പിന്നെ തിരിച്ചു പോകുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കാരണമാണ് ഇത്തവണ പോളിംഗ് അല്പം കുറയാൻ കാരണം. എന്നാൽ അത്ര മോശം പോളിങ്ങും അല്ല. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തലുണ്ടായിരുന്നില്ല. ഇത്തവണ അത് ഉണ്ടായിട്ടുണ്ട്, വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ 11 മണി വരെയൊക്കെ നീണ്ട പോളിങ്ങിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് UDFൻ്റെ വോട്ടുകളൊന്നും ചോർച്ച ചെയ്യേണ്ടതായിട്ട് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാൻ കഴിയുന്നില്ല. പിന്നെ തൃശ്ശൂർ ലോക്സഭയിലൊരു പ്രത്യേക സംഭവം ഉണ്ടായിട്ടുള്ളത്, ഇവിടെ കള്ളവോട്ടിന് ശ്രമിച്ച BJP-യാണ്. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു. അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐശ്രീ വിദ്യാലയത്തിൽ ഇന്നലെ കള്ളവോട്ട് 4 പേരുടെ വോട്ട് അടഞ്ഞു കിടന്ന ഫ്ലാറ്റിൽ പിടിച്ചു. കലക്ടർ അവരോട് വോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാർ, അതായത് BLO വന്ന് പറഞ്ഞു എല്ലാ പേരും വോട്ട് ചേർത്തിട്ടുണ്ട്, ചേർത്ത വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനെ CPM കൂട്ടുനിന്നിട്ടുണ്ട്. ഞാൻ പറയാം, ഇവിടെ ക്രോസ് വോട്ടിങ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പൊസിഷൻ എത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, കണക്കനുസരിച്ച് ഇവിടെ UDF 1-ാം സ്ഥാനം, LDF 2-ാം സ്ഥാനത്തുമാണ് വരേണ്ടത്. എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായും BJP 2-ാം സ്ഥാനത്ത് വരും. അങ്ങനെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്.